പരാജയങ്ങളെ ഭയപ്പെടാതെ മുന്നേറാൻ പഠിപ്പിച്ച വലിയ പ്രതിഭ, മാൻ ഓഫ് ദ സെഞ്ചുറി എന്ന് ടൈം മാഗസിൻ വിശേഷിപ്പിച്ച ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ, പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ അയച്ചെടുക്കാൻ തന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ശാസ്ത്രലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണിന്ന്. അദ്ദേഹത്തെ അറിയാം പോഡ്കാസ്റ്റ് സ്റ്റോറീസിലൂടെ. സോ വെൽക്കം ടു പോഡ്കാസ്റ്റ് സ്റ്റോറീസ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എല്ലാം പതുക്കെയായിരുന്നു. മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് 4-ാം വയസ്സിലായിരുന്നു അദ്ദേഹം ആദ്യമായി സംസാരിച്ചത്. എന്നിട്ടും ഒരു കാര്യം പറയുന്നതിന് മുമ്പ് പലകുറി അത് മനസ്സിൽ ആവർത്തിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. ലളിതമായ കണക്കുകൾ പോലും തെറ്റിപ്പോകുമായിരുന്ന, സ്വന്തം താമസ സ്ഥലമോ മേൽവിലാസമോ മറ്റുള്ളവരോട് കണ്ടെത്തി തരുമോ എന്ന് ചോദിച്ചിരുന്ന, സ്വന്തം ഷൂലേസ് പോലും കെട്ടാനറിയാത്ത ആൽബർട്ട് ഐൻസ്റ്റീനെ നാട്ടുകാർ ഡോപ്പി അഥവാ മണ്ടൻ എന്ന് വിളിച്ചു. 5-ാം വയസ്സിൽ പിതാവായ ഹേം സമ്മാനിച്ച കോമ്പസ് അദ്ദേഹത്തിന്റെ തലവര തന്നെ മാറ്റി. സാധാരണയായി കാണാറുള്ള കളിപ്പാട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അത്. ഏതു വശത്ത് തിരിച്ചാലും അതിന്റെ സൂചി വടക്കു വശത്ത് തന്നെ വന്നു നിൽക്കുന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇതിന്റെ പ്രവർത്തനത്തിൽ ഏതോ അജ്ഞാത ശക്തിയുണ്ടെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മനസ്സിലാക്കി. 1905 ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഇയർ ആയിരുന്നു. ഈ വർഷം തന്നെ 5 സുപ്രധാനങ്ങളായ ലേഖനങ്ങളാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷനും മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തെ വളരെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. ഈ ആശയക്കുഴപ്പത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച തിയറി ഓഫ് റിലേറ്റിവിറ്റിയും E=mc² എന്ന ഇക്വേഷനും പിറന്നത്. ഇതിനു പുറമെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ബ്രൗണിയൻ മോഷൻ എന്നീ സുപ്രധാന കണ്ടെത്തലുകളും ഈ വർഷം തന്നെ നടത്തി. ഈ ലോകത്തിന് ഞാൻ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർണമായ ശാസ്ത്ര സത്യത്തെ വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. അറിവിനേക്കാൾ വലുത് ഭാവനയാണ് എന്ന് തെളിയിച്ച അദ്ദേഹം ഇന്നും ജീവിക്കുന്നു നമ്മുടെ ചിന്തകളിലൂടെ.